Laws of motion, first we're going to cover about linear momentum. So linear momentum, it is represented by the letter P. Linear momentum is the product of mass and velocity. Velocity use ചെയ്തത് കാരണം momentum എന്നുള്ളതും ഒരു vector quantity ആണ്, since velocity is also a vector quantity. അപ്പോൾ ആദ്യത്തെ information കിട്ടി, its equation, that is product of mass into velocity. It is a vector quantity. And third one is SI unit. SI unit ഈ ഒരു equation നിന്ന് കിട്ടും. Mass എന്നുള്ളത് kilogram ആണ്, velocity എന്നുള്ളത് meter per second. So SI unit of momentum is kilogram meter per second. അല്ലെങ്കിൽ Newton second എന്നും പറയാം. ഇനിയും ന്യൂട്ടൺ എന്നുള്ളത് ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ്. ചില സമയത്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡൈനിലായിരിക്കും ഫോഴ്സ് വരുന്നത്. ഈ ഡൈൻ എന്നുള്ളത് CGS യൂണിറ്റ് ആണ്. അതായത് ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടണും CGS യൂണിറ്റ് ഡൈനും. അപ്പം എക്സാമിന് സോൾവ് ചെയ്യുമ്പോൾ ഡൈനിലാണെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു SI യൂണിറ്റ്. അതിന്റെ ഒരു റിലേഷൻ ആണ് 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ. നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ലോ അപ്ലൈ ചെയ്യുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലാണ്. ഐസൊലേറ്റഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സസിന്റെ ഇൻഫ്ലുവൻസ് 0 ആയിരിക്കും. അതായത് ഈ ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന എന്തൊരു പ്രോസസ്സും വിൽ ബി ബേസ്ഡ് അപ്പോൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇന്റേണൽ ഫോഴ്സസ് ഓൺലി. ഫോർ എക്സാമ്പിൾ എക്സ്പ്ലോഷൻ. എക്സ്പ്ലോഷനിൽ ഇറ്റ് ഈസ് യൂഷ്വലി അണ്ടർ ഇന്റേണൽ ഫോഴ്സസ് ഓൺലി, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഫോഴ്സ് 0, ആൻഡ് വി കൻ സേ ദാറ്റ് ലീനിയർ മൊമെന്റം ഇസ് കൺസർവ്ഡ്. ഇത് പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ്. അതായത് ഈ ഒരു ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദ വെക്ടർ സം ഓഫ് ലീനിയർ മൊമെന്റം ഓഫ് ഓൾ ദ ബോഡീസ് ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് ലോഞ്ചിങ് ഓഫ് റോക്കറ്റ്സ്, അതേപോലെ തന്നെ റീകോയിലിംഗ് ഓഫ് ഗൺ. ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ടാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ബൈ V2 ഈക്വൽ ടു -m1v1 by m2. m1 എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബുള്ളറ്റ്, v1 is velocity of bullet, and m2 is mass of the gun. v2 എന്ന് പറയുന്നത് എത്ര വെലോസിറ്റിയിലാണ് ഈ ഒരു ഗൺ റീകോയിൽ ചെയ്ത് വരുന്നത്. സോ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പൾസിനെ പറ്റിയിട്ടാണ്. വി ഓൾ നോ ദാറ്റ് ഇമ്പൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എ വെരി ലാർജ് ഫോഴ്സ് വിച്ച് ആക്ട്സ് ഫോർ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. ചെറിയൊരു ടൈം ഇന്റർവെലിൽ ആക്ട് ചെയ്യുന്ന വളരെ വലിയൊരു ഫോഴ്സിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ബൈ 2 ഇക്വേഷൻ. First one is product of force and time. Second equation is change in momentum. അതായത് ഇമ്പൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെൽറ്റ പി, ഇമ്പൾസ് ഈക്വൽ ടു ഡെൽറ്റ പി. ഇനി ഈ രണ്ട് ഇക്വേഷൻ തന്നെ മനസ്സിലാവും, ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റം എന്നുള്ളത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് ഇമ്പൾസും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് അബൌട്ട് ഇറ്റ്സ് SI യൂണിറ്റ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ, ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ്. അതുകൊണ്ട് ഇമ്പൾസിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ഓർ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഫോഴ്സ് ടൈമിന്റെ ഒരു ഗ്രാഫ് വരുവാണെങ്കിൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നതായിരിക്കും ഇമ്പൾസ്. അങ്ങനെ ഡയഗ്രത്തിൽ നിന്നും ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറ്റും, ഗിവൻ പ്രൊവൈഡഡ് ഫോഴ്സ് ടൈം ഗ്രാഫ് ആണെങ്കിൽ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ പേഴ്സൺ ഇൻ എ ലിഫ്റ്റ്. സോ ഈ ഒരു കേസിൽ കൺസിഡർ എ പേഴ്സൺ ഹൂസ് മാസ് ഇസ് m ഇൻ എ ലിഫ്റ്റ്. ലിഫ്റ്റിൽ ഈ ഒരു സിറ്റുവേഷനിൽ ബേസിക്കലി 2 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതാണ് വെയിറ്റ് ഓഫ് ദ പേഴ്സൺ വിച്ച് ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. വെയിറ്റ് കാണാനുള്ള ഫോർമുലയാണ് W ഈക്വൽ ടു m ഇൻറ്റു G, ആൻഡ് ഇറ്റ് ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. പിന്നെ ആസ് പെർ ദ തേർഡ് ലോ ഓഫ് മോഷൻ വി നോ ദറ്റ് ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പോൾ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഇതിന്റെ റിയാക്ഷൻ ഫോഴ്സ് നോർമലി അപ്വേർഡ്സ് ആയിരിക്കും. ഈ പോയിന്റിൽ നിന്ന് വെർട്ടിക്കലി അപ്വേർഡ്സ്. സോ ദീസ് ആർ ദ 2 ഫോഴ്സസ് വിച്ച് കംസ് അണ്ടർ ദിസ് കാറ്റഗറി. ഇനി ഫോഴ്സസിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള 5 തരത്തിലുള്ള ഫോഴ്സസിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. അതിൽ ആദ്യത്തെ പറഞ്ഞു വെയിറ്റും, രണ്ടാമത്തേത് നോർമൽ റിയാക്ഷനും. പിന്നെ നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്. ടെൻഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ പുള്ളിയിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഒരു പുള്ളി അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ ഒരു ബോഡി ഓഫ് മാസ് m നമ്മൾ സസ്പെൻഡ് ചെയ്തിടുവാണെങ്കിൽ ആ ബോഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് ഇസ് സ്പ്രിംഗ് ഫോഴ്സസ്. അപ്പം ഈ 5 എണ്ണം ബേസിക് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ലിഫ്റ്റിന്റെ കേസിൽ നമ്മൾ 3 സിനാരിയോസ് എടുക്കുവാണ്. അതിൽ 3 കേസസ്. ഈ 3 കേസിൽ ഫസ്റ്റ് കേസാണ് വെൻ ദ ലിഫ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഓർ മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. Motion in a straight line already we have covered this topic.
That means acceleration 0 ആണെങ്കിൽ we can have two conclusion from that. അതായത് acceleration 0 ആണെങ്കിൽ either the body will be at rest or the body will be moving with uniform velocity. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം ആക്സിലറേഷന്റെ വാല്യൂ എന്തായാലും 0 ആയിരിക്കും. അതായത് ഒരു ലിഫ്റ്റിനകത്ത് a person is standing, his weight is acting vertically downwards, reaction vertically upwards. ഈ ഒരു കേസിൽ the lift is at rest, it is not moving, or നമുക്ക് പറയാൻ പറ്റും it is moving with uniform velocity. So force is given by F is equal to ma ആണ്. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ma എന്ന് പറയുന്നത് റിയാക്ഷൻ മൈനസ് എം ജി. ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടു ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല, ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ആ ടൈമിൽ ആർ എന്നുള്ളത് പോസിറ്റീവ് വൈ ആക്സിസും എം ജി എന്നുള്ളത് നെഗറ്റീവ് വൈ ആക്സിസിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എം ജിക്ക് നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് എം എ ഈക്വൽ ടു ആർ മൈനസ് എം ജി. വി നോ ദാറ്റ് ആക്സിലറേഷൻ വാല്യൂ ഇസ് 0. സോ ആക്സിലറേഷന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു വാല്യൂ ഫുൾ 0 ആയിപ്പോ. ദാറ്റ് മീൻസ് ആർ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു 0. ആൻഡ് സോൾവ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ആർ ഈക്വൽ ടു എം ജി. സോ ഇൻ ദിസ് കേസ് ദ റിസൾട്ട് ഈസ് reaction. These two forces will be equal and opposite. Adana R equal to mg nu ittekuna. So this is our first case. Now we are moving on to the second case, which is nothing but lift. When lift moves upwards with acceleration. Adayithu ingane lift aanu, two forces which is acting on this, and this lift is moving upwards with an acceleration a. Ee oru case ilum ഇതേ ഡെറിവേഷൻ ആണ് ചെയ്യുന്നത്. and the result is R equal to m into g plus a when the lift is moving upwards. ഈ ഒരു ഫൈനൽ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക. പ്രോബ്ലത്തിലൊക്കെ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഇസ് when lift moves downwards with acceleration. ഇതേ കേസിൽ നേരത്തെ കേസിൽ ഇറ്റ് വാസ് മൂവിംഗ് അപ്വേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ. ഇവിടെ ഇറ്റ് ഈസ് മൂവിംഗ് ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. ഈ ഒരു കേസിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ റിയാക്ഷൻ വിൽ ബി ആർ ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ ആണ്. ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇഫ് ദീസ് ടു, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈ താഴോട്ട് വരുന്ന ആക്സിലറേഷനും ഈക്വൽ ആണെങ്കിൽ, ഇഫ് ജി ഇസ് ഈക്വൽ ടു എ, ദെൻ ഈ ഒരു ഭാഗത്ത് രണ്ടും ഒരു ഈക്വൽ അല്ലേ, നെഗറ്റീവ് ആയതുകൊണ്ട് 0 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അതായത് റിയാക്ഷൻ മുകളിലോട്ടുള്ള റിയാക്ഷൻ ആർ ഈക്വൽ ടു 0. ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് വെയ്റ്റ്ലെസ്, അല്ലെ വെയ്റ്റ്ലെസ്നെസ് എന്നുള്ള കണ്ടീഷൻ. An institution for innovative teaching, medical and engineering entrance coaching, CPTCA entrance, crash course, private tuitions, brain development program for children from 3 to 14 years. Integral, Galaxy Building, Kattanam. 94475 94471 Now same case നമ്മളൊരു സ്ട്രിങ്ങിൽ അപ്ലൈ ചെയ്യുവാണ്. അതായത് നേരത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ലിഫ്റ്റിന് പകരം ഹിയർ വി ഹാവ് എ കാരേജ്. ഈ ഒരു കാരേജിൽ മാസ് ഓഫ് എം, ബോഡി ഓഫ് മാസ് എം ഈസ് സസ്പെൻഡഡ് ഫ്രം എ വെർട്ടിക്കൽ സ്ട്രിങ്. അപ്പം രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ കേസിൽ ലിഫ്റ്റ് ആയിരുന്നു, ഇവിടെ അതിന് പകരം വി ഹാവ് എ കാരേജ്. നേരത്തെ കേസിൽ ഒരു പേഴ്സണിന് പകരം ഹിയർ വി ഹാവ് എ ബോഡി ഓഫ് മാസ് എം വിച്ച് ഇസ് സസ്പെൻഡഡ് ഫ്രം എ വെർട്ടിക്കൽ സ്ട്രിങ്. അപ്പൊ ഈ കേസിൽ രണ്ട് ഫോഴ്സ് ആയിരുന്നല്ലോ, വെയിറ്റ് എം ജി താഴേക്കും റിയാക്ഷൻ വെർട്ടിക്കലി അപ്വേർഡ്സ്. ആൻഡ് ഇൻ ദിസ് കേസ് ഓൾസോ വി ഹാവ് ടു ഫോഴ്സസ്. അതിലൊന്ന് വെയിറ്റ് ഡബ്ല്യു ഈക്വൽ ടു എം ജി വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇവിടെ റിയാക്ഷന് പകരം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റിയാക്ഷന് പകരം സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ഫോഴ്സ്, ബോഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ഫോഴ്സാണ് ടെൻഷൻ. ആ രണ്ട് ഫോഴ്സാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ആ നേരത്തെ പഠിച്ച 3 സിറ്റുവേഷനിലേക്ക് ഇവിടെ എഴുതേണ്ടത് ലിഫ്റ്റിന് പകരം എന്താക്കുക, കാരേജ്. വെൻ കാരേജ് ഈസ് അറ്റ് റെസ്റ്റ് ഓർ മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഇതേ ഡെറിവേഷൻ ഒക്കെ വെക്കുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ടെൻഷൻ ടി ഈക്വൽ ടു എം ജി. ആ ഒരു ഫോഴ്സിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ ടെൻഷൻ, ബാക്കിയെല്ലാം സെയിം തന്നെ. And the second case is when liftന് പകരം carriage. When carriage moves upward with acceleration, and new equation is T equal to m into G plus A. And the third case is when carriage moves downwards with acceleration, T equal to m into G minus A. ഇവിടെ apply ചെയ്തപോലെ if G is equal to A, we'll be getting tension T equal to 0, and that condition is free fall. Our last topic is propulsion velocity of a rocket.
And in this section we're going to discuss about 4 different types of equation. Idile first one ആണ് thrust on the rocket, and it is given by the equation F is equal to minus u into dm by dt. U എന്നുള്ള ലെറ്റർ ഉദ്ദേശിക്കുന്നത് exhaust speed of the gases with respect to rocket, and dm by dt എന്ന് പറയുന്നത് rate of ejection of exhaust gas, അല്ലെങ്കിൽ പറയാം mass of gas ejected per second. Actually set of equations problem ചെയ്യുമ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റോക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണിത്. അപ്പൊ ആദ്യത്തേത് ത്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഇക്വേഷനിൽ ഗ്രാവിറ്റിയെ കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി ഗ്രാവിറ്റിയെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. ആ സിനാരിയോയിൽ വിൽ ബി ഗെറ്റിംഗ് മൈനസ് യു ഇൻറ്റു ഡി എം ബൈ ഡി ടി മൈനസ് എം ഇൻറ്റു ജി, ആൻഡ് ആക്സിലറേഷൻ വിൽ ബി ഗിവൻ ബൈ minus u by m into dm by dt minus t. As I said, u എന്നുള്ളത് exhaust speed of the gas ആണ്, dm by dt എന്നുള്ളത് rate of ejection of exhaust gas. F കൊണ്ട് ഉദ്ദേശിക്കുന്നത് thrust on the rocket. ഇനി for just lift off ന്റെ ടൈമിലെ acceleration is considered to be 0, and thrust in equation കിട്ടും mg equal to minus u into dm by dt. അതെല്ലാം ഈ ഒരു ബേസിക് ഇക്വേഷനിൽ നിന്നാണ് ഡെറൈവ് ചെയ്തെടുക്കുന്നത്. And the last one is propulsion velocity. Propulsion velocity is given by v is equal to u into log to the base e m0 by m. ഇവിടെ v propulsion velocity, u എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, and m0 എന്ന് പറയുന്നത് മാസ്, അതായത് ഇനീഷ്യൽ മാസ് ഓഫ് ദ റോക്കറ്റ് ആണ്. m എന്നുള്ളത് റെസിഡ്വൽ മാസ് ഓഫ് ദ റോക്കറ്റ്. ഇനി ലോഗ് ടു ദ ബേസ് ഇ ലോഗ് ടു ദ ബേസ് 10 ആക്കുവാണ്, ആൻഡ് വിൽ ബി ഗെറ്റിംഗ് 2.303 u log to the base 10 m0 by m. സോ ഇത്ര ഇക്വേഷൻ നോട്ട് ചെയ്യണം, പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും.